പൂജ, നീ ഇങ്ങനെ സംസാരിച്ചാലും ഞാൻ നിന്നെ വിട്ട് പോകുമെന്ന് കരുതണ്ട നീ. എനിക്കങ്ങനെ നിന്നെ വിട്ട് പോകാൻ കഴിയില്ല. എൻ്റെ പെണ്ണാ നീ. നമ്മൾ സ്വപ്നം കണ്ടതൊക്കെ മറക്കാൻ പറ്റുമോ നിനക്ക്? അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ടവൻ സംസാരിച്ചതും പൂജ അവൻ്റെ കൈ വിടുവിക്കാൻ നോക്കുന്നുണ്ട്. കിരൺ, എന്താ ഇത്? നിനക്ക് സംസാരിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ വന്നത്. എന്നിട്ട് നീ വിട് കിരൺ. ആരെങ്കിലും കണ്ടാൽ. അവൾ ചുറ്റിനും പേടിയോടെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്. അവളുടെ ശരീരം വിറയ്ക്കുന്നുണ്ട്. പൂജ, നീ എന്താ പറയുന്നതെന്നുള്ള ബോധമുണ്ടോ നിനക്ക്? നമ്മൾ തമ്മിൽ എങ്ങനെയാണെന്ന് നീ മറന്നോ ഇത്ര വേഗം? അതോ നീയും കൂടി ചേർന്ന് എന്നെ ചതിക്കുമായിരുന്നോ? കിരണിൻ്റെ ചോദ്യം കേട്ട് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നവൾക്ക്. തന്നെ ആരും മനസ്സിലാക്കുന്നില്ല. തൻ്റെ അവസ്ഥ പറഞ്ഞാലും ആർക്കും മനസ്സിലാവില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യം. എന്തൊക്കെ പറഞ്ഞാലും ഇവന് വേണ്ടി സ്വന്തം വീട്ടുകാരുടെയും അയൽക്കാരുടെയും ഒക്കെ മുന്നിൽ താൻ അപമാനിക്കപ്പെട്ടു. മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കാനുള്ള ഒരു കഥാപാത്രമായി എത്ര പെട്ടെന്നാണ് താൻ മാറിയത്. അവിടെ മാത്രമല്ല, കയറി ചെന്ന വീട്ടിലും അതേ അവസ്ഥ തന്നെ. ഈ നിമിഷം വരെ അവരാരും അതിൻ്റെ പേരിൽ തന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല. അല്ലെങ്കിൽ അതും കൂടിയാകുമ്പോൾ പൂർണ്ണമായും തകർന്നു പോയേനെ ഞാൻ. ഗൗതമൊഴികെ ബാക്കി എല്ലാവരും തൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അത് മാറാൻ ഒരു നിമിഷത്തെ തൻ്റെ എടുത്തുചാട്ടം മാത്രം മതി. കൈ വിടുകിരൺ. അവൾ ശക്തമായി അവൻ്റെ കൈ കുടഞ്ഞെറിഞ്ഞതും അവൻ്റെ മുഖം ദേഷ്യത്തിൽ ചുമന്നു. അവളുടെ പ്രവൃത്തി അവന് തീരെ ഇഷ്ടമായിരുന്നില്ല. എന്താടി എന്താടി ഇതൊക്കെ? എന്താണെന്ന് നീ കണ്ടില്ലേ കിരൺ? ഇനി എന്നെ ഇങ്ങനെ. അവൾ പറയാൻ വന്ന് നിർത്തി അവനെ നോക്കി. നീ എന്തു ചെയ്യും? അങ്ങനെ എന്നെ കളഞ്ഞ് അവൻ്റെ കൂടെ ജീവിക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ലടി. ഈ കിരൺ നിന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ ഉണ്ടാവും. അവൻ്റെ ശബ്ദത്തിലെ മാറ്റവും സംസാരവുമൊക്കെ പൂജയ്ക്ക് അവൻ മറ്റാരോ ആണെന്ന് തോന്നിപ്പോയി. താൻ സ്നേഹിച്ചപ്പോൾ ഉള്ള ആളെയല്ല. എന്താ കിരൺ, എന്താ? നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? നിനക്കെങ്ങനെ എന്നോട്? അവൾക്ക് ദേഷ്യവും വിഷമവും ഒരുപോലെ തോന്നി. അവന് വേണ്ടി താൻ എന്തൊക്കെ സഹിച്ചു. ഇപ്പോഴും സമാധാനം എന്താണെന്ന് അറിയുന്നുണ്ടോ? നിന്നെ എനിക്ക് വേണം. അതിന് എന്തു മാർഗവും ഞാൻ നോക്കും. അതിനെ നീ എങ്ങനെ കണ്ടാലും എനിക്കൊരു കുഴപ്പവുമില്ല. ഞാൻ വിളിച്ചപ്പോൾ നീ വന്നില്ലേ? അതുപോലെ അവൻ കെട്ടിയ താലിയും പൊട്ടിച്ചെറിഞ്ഞ് നീ വരണം എൻ്റെ കൂടെ. ഇല്ല, അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യില്ല. നീ ചെയ്യും ഞാൻ പറയുന്നതൊക്കെ. അല്ലെങ്കിൽ നിൻ്റെ കെട്ടിയോനെന്ന് പറയുന്നതോട് ഞാൻ പറയും. നീ ഇന്ന് എന്നെ കാണാൻ വന്നതും ഇതിനു മുന്നേ എൻ്റെ കൂടെ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ. പൂജ കിരൺ പറയുന്നതൊക്കെ കേട്ട് ഞെട്ടലോടെ അവനെ നോക്കി. ഇപ്പോൾ തനിക്ക് മനസ്സിലാകുന്നുണ്ട് കാര്യങ്ങളുടെ കിടപ്പുവശം. സോറി പൂജ, നീ നീ എന്നെ ദേഷ്യം പിടിപ്പിച്ചത് കൊണ്ടാണ്, എനിക്കൊപ്പം വരില്ലെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എനിക്ക് നീയില്ലാതെ പറ്റില്ല പൂജ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്കെന്താ എന്നെ മനസ്സിലാക്കാൻ പറ്റാത്തത്? കിരണിൻ്റെ മുഖത്തെ ദയനീയഭാവം പൂജയ്ക്ക് അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും തൻ്റെ മാനസികത്തിൽ നിൽക്കുമെന്ന് തോന്നി. മതി കിരൺ, ഇനി കൂടുതലൊന്നും നീ പറയണ്ട. ഞാൻ പോകുക. ഇപ്പം തന്നെ വൈകി. പൂജയുടെ മനസ്സിൽ ഭയമേറി. പൂജ നിൽക്ക്, ഞാനൊന്ന് പറയട്ടെ. അത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ വേഗത്തിൽ നടന്ന പൂജ. അവളുടെ മനസ്സിൽ ഗൗതമിൻ്റെ മുഖമായിരുന്നപ്പോൾ. അവൻ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ. വഴിയിൽ കണ്ടൊരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് അതിൽ കയറി വീട്ടിലേക്ക് യാത്ര തിരിച്ചു. ഗൗതം വന്നു കാണുമോ എന്നുള്ള ചിന്ത അവളെ ഭയപ്പെടുത്തി. അതേസമയം അവൾ പോകുന്നത് നോക്കി നിന്നവൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് കലങ്ങി. ആദ്യം നീ എനിക്കൊരു മോഹം മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ നീ എനിക്ക് വെറും മോഹം മാത്രമല്ല, വാശി കൂടിയാണ്. അത് ഞാൻ നടത്തിയെടുത്തിരിക്കും, എന്തു വില കൊടുത്തിട്ടാണേലും. കിരൺ പല്ലിറുമി അവൻ്റെ വണ്ടിയിലേക്ക് കയറി. ഇന്നാ ചേട്ടാ. പൂജ ഓട്ടോക്കാരന് കാശ് കൊടുത്ത് അടഞ്ഞു കിടക്കുന്ന ഗേറ്റ് പതിയെ തുറന്ന് അകത്തേക്ക് കയറി. നെഞ്ച് ശക്തമായി ഇടിക്കുന്നുണ്ട്. അവൻ വന്നിട്ടുണ്ടോയെന്നാണ് ആദ്യം നോക്കിയത്. ഇല്ല, പുറത്തേക്ക് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഗൗതം പുറത്തേക്ക് പോകുന്നത് കണ്ടിട്ടാണ് പൂജ കിരണിനെ കാണാനിറങ്ങിയത്. തിരികെ അവൻ വരും മുന്നേ വരാൻ പറ്റണമെന്ന് മാത്രമായിരുന്നു പ്രാർത്ഥന. ഗൗതമിൻ്റെ കാറൊന്നും പുറത്ത് കിടപ്പില്ലെന്ന് മനസ്സിലായതും ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചവൾ ചെരുപ്പൂരി അകത്തേക്ക് കയറി. നേരെ മുകളിലേക്ക് വേഗത്തിൽ കയറി മുറിക്കകത്ത് കയറി വാതിലടച്ചു. അവൻ വരും മുന്നേ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സെല്ലാം മാറ്റി രാവിലെ ഇട്ട ഡ്രസ്സ് എടുത്തിട്ട് ആശയുടെ അടുത്തേക്കാണ് നേരെ പോയതവൾ. അമ്മേ. രാവിലത്തെ കാപ്പി ഇരുന്ന് കഴിക്കുന്ന ആശയെ വിളിച്ച് അകത്തേക്ക് ചെന്നവൾ. ആ, മോള് വന്നോ? ഞാനിപ്പോൾ ഓർത്തതേ ഉള്ളൂ. ഗൗതമിനോട് പറയാതെ പോയതല്ലേ. അവൻ മോള് വരുന്നതിന് മുന്നേ വന്നാൽ ആകെ ചോദ്യമാകും. കാര്യം എൻ്റെ മോനാണേലും ചില സമയത്ത് ഒരു വല്ലാത്ത സ്വഭാവമാണ് അവന്. സ്നേഹിച്ചാൽ വലിയ സ്നേഹമാണ്. പക്ഷേ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് കണ്ടാൽ പിന്നെ ചെയ്യുന്നതും പറയുന്നതുമെല്ലാം അവന് കുറ്റമാണ്. ഇനിയിപ്പോൾ അവൻ വന്നാലും ഒന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങൾ തമ്മിൽ ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞ് മോൾക്കെല്ലാം അവനോട് പറയുകയും എടുക്കുകയും എല്ലാം ചെയ്യാം. അവൻ്റെയും സ്വഭാവം അപ്പോൾ മയപ്പെടും. ആശ പറയുന്നത് കേട്ട് പൂജയ്ക്ക് കുറ്റബോധം തോന്നി. താൻ ഇവരെയൊക്കെ ചതിക്കുമല്ലേ. ഭർത്താവിനെയും അവൻ്റെ വീട്ടുകാരോടും കള്ളം പറഞ്ഞിട്ട്
കാമുകനെ കാണാൻ പോയതല്ലേ താനിന്ന്? പാവം അമ്മയായതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്? എല്ലാവരെയും താൻ ചതിക്കുമായിരുന്നെന്നറിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും? ഇവരൊക്കെ തന്നെ വെറുക്കില്ലേ? മോളെ. ആ അമ്മേ. മോൾക്ക് കഴിക്കാൻ എന്തേലും വേണേൽ എടുത്ത് കഴിക്ക്. വേണ്ടമ്മേ, ഞാൻ പോയി ഇത്തിരി വെള്ളം കുടിക്കട്ടെ. തെറ്റ് ചെയ്ത കുട്ടിയെപ്പോലെ അവളുടെ മുന്നിൽ അധിക നേരം നിൽക്കാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടുന്ന് പോയതവൾ. ഹാളിലെ സോഫയിലിരുന്ന് ഉറങ്ങുന്നവളെ കണ്ടാണ് ഗൗതം പുറത്തു പോയിട്ട് കയറി വരുന്നത്. ഡി. അവൻ്റെ ഒറ്റ വിളിയിൽ അവൾ പേടിയോടെ ചാടി എണീറ്റു. അവൻ്റെ ദേഷ്യം പിടിച്ചുള്ള മുഖം കണ്ടതേ അവളുടെ ഉള്ളിലൂടെ ഒരു കൊള്ളിയാൻ പാഞ്ഞുപോയി. ഗൗതം എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണോ? അവൻ്റെ കണ്ണുകൾ അവളെ ആകെ മൊത്തം വീക്ഷിക്കുകയാണ്. എന്താ നിനക്കൊരു കള്ളത്തരം? ഏയ് എന്ത്? ഒന്നുമില്ല. ഞാൻ വെറുതെ ഇവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയതാണ്. അതെന്താ, നിനക്ക് മുറിയിലൊന്നും സ്ഥലമില്ലേ ഉറങ്ങാൻ? അവളൊന്നും മിണ്ടിയില്ല. അവനൊന്നും അറിഞ്ഞിട്ടുള്ള വരവല്ലെന്ന് അവൾക്ക് മനസ്സിലായി. ആശ്വാസത്തോടെ ശ്വാസമൊന്ന് വലിച്ചു വിട്ടവൾ, ഞാൻ റൂമിലേക്ക് പോകുക. നിങ്ങളോട് സംസാരിക്കാൻ നിന്നാൽ ശരിയാവില്ല. ഒന്നവിടെ നിന്നേ. അവൻ അവളുടെ മുകളിലേക്ക് വേഗത്തിൽ നടന്നു കയറി. അവനേക്കാൾ വേഗത്തിൽ അവൾ റൂമിലേക്ക് കയറിയിരുന്നു. അവിടെ നിൽക്ക് പൂജ. എന്താ? മുറിക്കകത്തേക്ക് കയറിയതേ തിരിഞ്ഞു നിന്നുകൊണ്ട് അവൾ ചോദിച്ചു. നീ ഞാൻ വിളിച്ചിട്ടും കേൾക്കാതെ എങ്ങോട്ടാ ഓടിയത്? കണ്ടില്ലേ എങ്ങോട്ടാണെന്ന്? ഓ, തർക്കുത്തരം പറയുന്നു. നിന്റെ നാക്കും വാശിയുമൊന്നും എന്തേ മറ്റവനെ കെട്ടാൻ കാണിക്കാഞ്ഞത്? ഗൗതം അരിശത്തോടെ ചോദിച്ചതും പൂജയൊന്നും വേണ്ടിയില്ല. അവളുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. കിരണിനെ കണ്ടിട്ട് വന്നത് മുതലേ അവൾ ഒരു ചിന്തയിലാണ്. കിരൺ ഇന്ന് തന്നോട് പെരുമാറിയ രീതിയും അവൻ്റെ സംസാരവുമൊക്കെ അവളിൽ വല്ലാത്ത സംശയം നിറച്ചിരുന്നു. ഒരുപക്ഷെ അവൻ്റെ കൂടെ പോയിരുന്നതിൽ കിരണിൻ്റെ മറ്റൊരു മുഖം കാണേണ്ടി വരുമായിരുന്നോ? പൂജ, കഴിക്കാൻ എടുത്തു വെക്കട്ടെ? എനിക്ക് വേണ്ട. എങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ളിൽ അത് ചെയ്യുക, അല്ലാതെ എൻ്റെ പുറകെ വഴക്കിന് നടക്കാതെ. അയ്യടി, ആര് വരും നിൻ്റെ പുറകെ? നിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. അവരുടെ മകൾ ഇവിടെയുണ്ടോ എന്നറിയാൻ. നീ എന്താ അവർ വിളിച്ചാൽ ഫോൺ എടുക്കാത്തത്? എടുക്കാൻ തോന്നിയില്ല, അത്ര തന്നെ. അതിന് കാരണമാണ് ചോദിക്കുന്നത്. എന്നു നിങ്ങളെപ്പോലെ ഒരു ചെകുത്താൻ്റെ കൂടെ ഒന്നും നോക്കാതെ പറഞ്ഞു വിട്ടതല്ലേ? എൻ്റെ ഇഷ്ടമോ എൻ്റെ മനസ്സോ കാണാൻ കഴിയാത്തവരെ എനിക്കും വിളിക്കാനോ മിണ്ടാനോ താല്പര്യമില്ല. ഗൗതമിൻ്റെ മുഖം പെട്ടെന്ന് മാറി. അങ്ങനെ കരുതി ഇനി അവർ വിളിക്കുമ്പോൾ നീ ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞ് അവരെന്നെ വിളിച്ചാൽ എൻ്റെ മറ്റൊരു മുഖം നീ കാണും. ഇത്രയും ക്ഷമയോടെ ഞാൻ സംസാരിക്കുന്നത് തന്നെ ചില സത്യങ്ങൾ എനിക്കറിയാവുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നിൻ്റെ അഹങ്കാരത്തിന് എനിക്കെങ്ങനെ മറുപടി പറയണമെന്ന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ഗൗതം പറയുന്നത് കേട്ട് അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ സംശയങ്ങൾ നിറഞ്ഞു. എന്ത് സത്യം? ഓ, ഇനി അതിൽ പിടിച്ചു തൂങ്ങുമൊന്നുമില്ല. നിന്നെപ്പറ്റി അല്ലെങ്കിലും ഞാനെന്ത് സത്യം അറിയാനാ? നിൻ്റെയൊക്കെ ഉള്ളിൽ അല്ലേ എല്ലാം? അത്രയും പറഞ്ഞ് പുറത്തേക്കിറങ്ങി പോകുന്നവൻ്റെ വാക്കുകൾ അവളെ തളർത്താൻ പോകുന്നവയായിരുന്നു. എന്താണ് മോനെ ഈ നേരത്ത് ഇവിടെ വന്നൊരു കിടത്തം? എന്തു പറ്റി? കെട്ടിയോള് നിന്നെ ചവിട്ടി പുറത്താക്കിയോ? ആരോ തോട്ടത്തിൽ കിടക്കുന്നത് പോലെ തോന്നിയാണ് അതുവഴി ടൗണിലേക്ക് പോകാൻ നടന്നു വന്ന സജിയുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിഞ്ഞത്. ആരാണെന്നറിയാനായി കയറി നോക്കിയതും പുല്ലിന് മുകളിൽ മലർന്നു കിടക്കുന്ന ഗൗതമിനെയാണ് അവൻ കണ്ടത്. കണ്ണടച്ച് കിടക്കുവാണെങ്കിൽ അവൻ എന്തോ വലിയ ആലോചനയിലാണെന്ന് സജിക്ക് മനസ്സിലായി. ഗൗതം, നിനക്കെന്താ ചെവിയും കേൾക്കത്തില്ലേ? നിനക്കെന്താ? നീ നിൻ്റെ കാര്യം നോക്കിപ്പോക്കേ. മനുഷ്യൻ കുറച്ച് സ്വസ്ഥത കിട്ടാൻ വേണ്ടിയാ ഇവിടെ വന്ന് കിടന്നത്. ഇവിടെയും കിടത്തില്ലെന്ന് പറഞ്ഞാൽ ആർക്ക്? ഈ കാണുന്നതിൻ്റെയൊക്കെ ഒരേയൊരു മുതലാളിയായ ഗൗതമിനാണോ സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തത്? കൊള്ളാം. സജി തന്നെ കളിയാക്കി പറയുന്നത് കേട്ടിട്ടും അവനൊന്നും മിണ്ടിയില്ല. അതിനൊരു പറ്റിയ മാനസികാവസ്ഥയായിരുന്നില്ല അവൻ്റേത്. അവൻ്റെ കൺമുന്നിൽ കിരണിനോട് ചേർന്ന് നിന്ന് സംസാരിക്കുന്ന പൂജയുടെ മുഖമായിരുന്നു. അവിടെ വെച്ച് അവനൊപ്പം അവളെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അച്ഛൻ്റെ കൂടെ ടൗണിൽ പോയിട്ട് തിരികെ വരാൻ നേരമാണ് മില്ലിനടുത്തുള്ള കടയിലേക്ക് കുറച്ച് സാധനം എടുക്കാൻ ഇറങ്ങിയത്. അവിടെ വെച്ചൊരു സിഗരറ്റ് വലിക്കാൻ തോന്നി അതുമെടുത്ത് കുറച്ച് മാറി ഒരു ഒഴിഞ്ഞു കൂടി നിൽക്കുമ്പോഴാണ് അവരെ അതിനടുത്ത് കാണുന്നത്. കൊല്ലാനുള്ള ദേഷ്യം ഒരു നിമിഷം തോന്നിയെങ്കിലും സ്വയം നിയന്ത്രിച്ചു. ദേഷ്യവും വിഷമവും അടക്കാൻ കഴിയാതെ കുറച്ചു നേരം അങ്ങനെ നിന്നിട്ടാണ് തിരികെ പോന്നത്. വീട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ അവളോട് അതേപ്പറ്റി ചോദിക്കണമെന്നും അതിൻ്റെ പേരിൽ രണ്ടെണ്ണം പൊട്ടിക്കണമെന്നൊക്കെ കരുതിയതാണ്. പക്ഷേ എന്തോ വേണ്ടെന്ന് വെച്ചു. എല്ലാം മനസ്സിൽ തന്നെ വെച്ചു. വീട്ടിലിരുന്നാൽ എന്തേലും പറഞ്ഞ് ചെയ്തും പോകുമെന്ന് കരുതിയാണ് ഇങ്ങോട്ട് പോന്നത്. ഇവിടെയാകുമ്പോൾ ആരും പെട്ടെന്ന് കാണുകയുമില്ല. മനസ്സൊന്ന് തണുക്കും വരെ ഇവിടെ കിടക്കുകയും ചെയ്യാം. നീ എവിടെയോ പോകാൻ ഇറങ്ങിയതല്ലേ? പോ, ചെല്ല്. ഗൗതം, എടാ. സജിക്ക് മനസ്സിലായി അവനെന്തോ വിഷമം തട്ടിയിട്ടുണ്ടെന്ന്. അവൻ്റെ സ്വഭാവം വെച്ച് അവൻ തന്നെ തോന്നി അത് പറയണം. നീ പോ. ഗൗതം കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞതും സജി അവൻ്റെ അടുത്തു നിന്ന് പതിയെ വലിഞ്ഞു. എന്തായാലും അവനോട് ചോദിച്ചറിയണം. റോഡിലേക്ക് ഇറങ്ങി നടക്കും വഴി അവൻ മനസ്സിൽ കരുതി. പൂജ, അവൾ വീണ്ടും താൻ ചതിക്കപ്പെടുകയാണോ?
ഈ നാടും നാട്ടുകാരും അറിഞ്ഞ് താലി കെട്ടി കൊണ്ടുവന്ന പെണ്ണ് പിന്നെയും പഴയ കാമുകൻ്റെ കൂടെ പോകുവാണെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ അവളുടെ ഉള്ളിൽ ഇപ്പോഴും അവനുണ്ടെങ്കിൽ അവൾക്ക് അവൻ്റെ ഒപ്പം ജീവിക്കാൻ തോന്നില്ലേ? അങ്ങനെ ഒരു കാര്യം നടക്കില്ലെന്ന് ഉറപ്പാക്കിയിട്ടും തന്നെയാണ് അവളെ കെട്ടിയത്. പക്ഷേ ഇപ്പോൾ തോന്നുന്നു എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന്. ആ കിരൺ അവനെ കാണുന്നുണ്ട് ശരിക്കും. എന്താ ഇനിയും അവൻ്റെ ഉദ്ദേശമെന്നറിയണം. എൻ്റെ ജീവിതം നശിപ്പിക്കാൻ ആണെങ്കിൽ ഒന്നിനെയും വെറുതെ വിടില്ല ഞാൻ. ഗൗതം പകയോടെ മുരണ്ടു. അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നുരഞ്ഞു പൊന്തി വരുന്നുണ്ടായിരുന്നു.